ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പാകെ ഇന്നേക്ക് 2.25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഈ പ്രയറിൻ്റെ ഒരു ഭാഗവാക്കാകുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്ന ഈ നല്ല കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയുന്നു. അന്ന് പ്രാർത്ഥന തുടങ്ങിയ സമയത്ത് ഒരിക്കലും ഇതിൻ്റെ സംഘാടകർ പോലും വിചാരിച്ച് കാണില്ല 1000 ദിവസം ഈ പ്രയർ പോകുമെന്ന്. പക്ഷേ മുമ്പേ കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞതുപോലെ നമ്മളിൽ നല്ല വേല ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിൻ്റെ നാളോളം അത് തികയ്ക്കുവാൻ ശക്തനാണ്. ആമേൻ, ആമേൻ. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കാമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിസന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ ഇന്ന് പകൽക്കാലം ഞാൻ ആയിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ, ഞാൻ കർത്താവിൽ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അമേൻ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലിയുടെ വൈസ് പ്രസിഡൻറ്റ് കൂടിയായിരിക്കുന്ന പാസ്റ്റർ സതീഷ് നെൽസൺ, അതുപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിന് ചുക്കാൻ പിടിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ, ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ സിംസൺ സുന്ദർ രാജ്, അമേൻ. അതുപോലെ തന്നെ ഈ മീറ്റിങ്ങിൻ്റെ ഇവാഞ്ചലിസം അമേൻ ഡയറക്ടർ പാസ്റ്റർ സെൽവരാജ്, എല്ലാവരെയും ഓർത്ത് കർത്താവിന് വന്ദനം ചെയ്യുന്നു. അമേൻ. അധികം അഭിഷക്തന്മാരിരിക്കുന്ന ഒരു വേദിയിലാണ് ഞാൻ ആയിരിക്കുന്നത്. അമേൻ. ഞാൻ നിങ്ങളെക്കാളൊക്കെ ഒരു ചെറിയവനാണ്. അമേൻ. ഞാൻ ശുശ്രൂഷ ആരംഭിച്ചിട്ട് അധികം വർഷമായിട്ടില്ല. പക്ഷേ എൻ്റെ ഫാദറിൻലോ, എൻ്റെ ഭാര്യയുടെ പിതാവ് അമേൻ പുറകിൽ ഇരിപ്പുണ്ട്. അമേൻ. ഞാൻ കർത്താവിനെ അധികം സ്തുതിക്കുന്നു. അമേൻ. കർത്താവിൻ്റെ ദാസൻ 4 മാസങ്ങൾക്ക് മുമ്പ് ഈ മീറ്റിങ്ങിൻ്റെ കാര്യം എന്നോട് ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ അമേൻ എനിക്ക് ആദ്യം അമേൻ ഭയങ്കര വണ്ടറായിട്ട് തോന്നി. കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ വരേണ്ട ഒരു സമയമല്ല ഇത്. കാരണം അമേൻ ഞങ്ങൾ നാട്ടിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൈസ ചിലവാക്കിയാണ് നാട്ടിൽ വരുന്നത്. UK നിന്ന് ഈ രാജ്യത്ത് ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നതിനൊക്കെ ഒത്തിരി സാമ്പത്തിക ചിലവുകളുണ്ട്. മാത്രമല്ല എൻ്റെ ഷെഡ്യൂൾ നോക്കിയ സമയത്ത് എനിക്ക് നാട്ടിൽ വരേണ്ട ഒരു സമയമല്ല. പക്ഷേ അമേൻ കർത്താവിൻ്റെ ദാസൻ ഫോണിൽ കൂടി ഈ മീറ്റിങ്ങിൻ്റെ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു ആത്മനിയോഗമുണ്ടായിട്ട് ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, അമേൻ എത്ര പൈസ മുടക്കിയാലും ഞാൻ ഈ മീറ്റിങ്ങിന് വരും. ആമേൻ, അമേൻ. അതിനൊരു കാരണമുണ്ട്. പക്ഷേ കർത്താവിൻ്റെ ദാസനും പിന്നത്തേതിൽ അമേൻ എൻ്റെ ഭാര്യ പിതാവ്, എൻ്റെ ഡാഡി അമേൻ ഈ മീറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അമേൻ എൻ്റെ ഡാഡിയുടെ വല്യമ്മച്ചി അമേൻ മുമ്പേ പറഞ്ഞ ഈ പ്രെയർ സ്റ്റാർട്ട് ചെയ്ത അമ്മച്ചിയോട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചവരാ. ആമേൻ. ഇപ്പോൾ ഇരിക്കുന്ന അമേൻ ഈ എംബ്ലത്തിൻ്റെ ചുവട്ടിലായിരുന്നു അന്ന് പ്ലാവെന്ന് അമേൻ പ്രിയ ഡാഡി എൻ്റെ അടുത്ത് പിന്നീട് ഫോൺ വിളിച്ച് പറഞ്ഞു. അതിനുശേഷം കർത്താവിൻ്റെ ദാസൻ സതീഷ് നെൽസൺ പാസ്റ്ററും പറഞ്ഞു, കണ്ടോ ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണമേ. അമേൻ നമ്മൾ വിചാരിക്കും അമേൻ നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് യാദൃച്ഛികമാണെന്ന്. പക്ഷേ അഗാധി കാലങ്ങൾക്ക് മുമ്പേ സകലതും ഉളവാകുന്നതിന് മുമ്പേ നമ്മെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങൾ അറിഞ്ഞവൻ, നമ്മെക്കുറിച്ചുള്ള ചിന്തകൾ അറിഞ്ഞവൻ, നമ്മെക്കുറിച്ചുള്ള വിചാരങ്ങൾ അറിഞ്ഞ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ യാദൃച്ഛികമല്ല. അവൻ സകലതും അതാതിൻ്റെ സമയത്ത് നന്നായി ചെയ്യുന്ന ദൈവമാണ്. ആമേൻ. ആ അമ്മച്ചിയുടെ 5ാമത്തെ തലമുറ എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ആമേൻ. ഞാൻ എൻ്റെ മോനുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവനും ഇതിൻ്റെ അകത്ത് കാൽ ചുവട്ടണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ആമേൻ. എൻ്റെ ഭാര്യ വന്നിട്ടില്ല. കാരണം ലിൻസി അവൾ ഓൺലൈനിലിരുന്ന് ഇപ്പോൾ UK കാണുന്നുണ്ട്. അവൾക്ക് അമേൻ ഞങ്ങൾ ഇങ്ങനെ കീപ് ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് അമേൻ ഒരു വർഷത്തിൽ 30 അവധിയെ നമ്മുടെ ജോലി സ്ഥലത്തു നിന്ന് നമുക്ക് ലഭിക്കത്തുള്ളൂ. അതും കഴിഞ്ഞ് അമേൻ ഏകദേശം 10-40 ദിവസം അവൾ അവധി എടുത്തത് കാരണം അമേൻ ഇന്നത്തെ മീറ്റിങ്ങിന് നമുക്ക് വരാൻ സാധിക്കുന്നില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു അമേൻ അവൾ വന്നില്ലെങ്കിലും അവിടെ തലമുറ ഇവിടെ കാൽ ചവിട്ടി. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അമേൻ. മുഖവരകളൊന്നും പറഞ്ഞ് ഞാൻ എൻ്റെ സമയം ഞാൻ പാഴാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചെറിയ ചിന്ത അമേൻ പ്രത്യേകിച്ച് അമേൻ ഇന്നത്തെ മീറ്റിങ്ങിന് വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം അമേൻ പ്രാരംഭമായി ആരെങ്കിലും ഒരാൾ വായിച്ചെന്നെ സഹായിക്കണം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. യെസ്. യേശു അവളോട്, സ്ത്രീയെ നിന്റെ വിശ്വാസം വലിയത്,
നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് അനേക രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് അനവധി ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് 3 മരിച്ചവരെ ഉയർപ്പിച്ചു. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ എടുത്തിരിക്കുന്ന ഈ സബ്ജക്റ്റ് ഇന്ന് പകൽക്കാലം തുടർമാനമായി നടക്കുന്ന പ്രാർത്ഥനകളുടെ ഒരു കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാൻ കഴിയത്തില്ല. വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണോ സംഭവിക്കുന്നത്, നമ്മുടെ വിശ്വാസ ജീവിതം എങ്ങനെയാണോ നാം മുൻപോട്ട് കൊണ്ടുപോകുന്നത്, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. ഒത്തിരി വിശ്വാസമുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ വലിയൊരു പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തിയായിരിക്കാം. വലിയ വിശ്വാസമൊന്നുമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ പ്രാർത്ഥനകളൊന്നും കാണത്തില്ല. പക്ഷെ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം നിങ്ങൾക്ക് വാക്ക് തരാം. നിങ്ങളുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ അളവുകോലിനെ ദൈവം തിരിക്കുന്ന ഒരു പകൽക്കാലമാക്കി ദൈവം ഇന്നത്തെ പകൽക്കാലം മാറ്റുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പ്രാരംഭമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ കൂടി എനിക്ക് നൽകിയ നിയോഗത്തെയും ദൂതിനെയും ഈ ഇന്റർനാഷണൽ സിയോൻ അസംബ്ലിയിൽ കൂടി വന്നിരിക്കുന്ന സകലർക്കും ഞാൻ കൈമാറുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിൽ കൂടിയുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന് വൻ കാര്യങ്ങളെ നമ്മൾ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ടല്ലേ കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്നവന് സകലതും സാധിക്കും. ആമേൻ. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, നത്തിങ് ഈസ് ഇംപോസിബിൾ വിത്ത് അവർ ഗോഡ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. കാരണം അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. അവൻ വാക്കുമാറാത്ത ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഈ ഭാഗത്തേക്ക് കടക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഈ വാക്യത്തിലെടുത്ത് സംസാരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിയോഗിക്കുന്നതെന്ന്. പക്ഷേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്. ഞാൻ പറയുന്നതിനേക്കാൾ അതിനേക്കാൾ വൻ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ കൂടി സാധിക്കുമെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തെ ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം മാറുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ദൂത് പറയുകയാണ്. ദൈവദാസന്മാരെ, നിങ്ങളുടെ വിശ്വാസം വലുതായി തീരുവാൻ വിശ്വാസ സമൂഹമേ, സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കുന്ന, അതിന്റെ അളവുകൾ നീട്ടുന്ന ഒരു പകൽക്കാലമായി ഇന്നത്തെ പകൽക്കാലം ദൈവം തീർക്കും. ഹല്ലേലൂയ. വിശ്വാസമില്ലാത്ത ഒരു വിശ്വാസിയായിട്ട് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കരുത്. നമ്മുടെ പേരെന്നാ? വിശ്വാസി. പക്ഷേ നമ്മുടെ സ്വഭാവവുമായിട്ട് ഒരു കണ്ടിന്യൂഷനും ഇല്ലാത്ത കാര്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്. നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട്? ഇവിടെ കനാന്യ സ്ത്രീയോട് കർത്താവായ യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന നമ്മളെ നോക്കി കർത്താവ് എത്ര പേരെ കുറിച്ച് പറയും, ബ്രദർ യു ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത്, സിസ്റ്റർ യു ഹാവ് എ ഗ്രേറ്റ് ഫെയ്ത്ത്, സഹോദര നിന്റെ വിശ്വാസം വലുതാ, സഹോദരി നിന്റെ വിശ്വാസം വലുതാ. എത്ര പേര് ഇന്ന് പകൽക്കാലം അതിനോട് ഒന്ന് അടിവരയിടും? ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ആ വാക്യം പൂർണ്ണമാകണമെങ്കിൽ ആ ഒരു പാരഗ്രാഫ് 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചു കൊള്ളാം. യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്ത് നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം പിടിച്ച് കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. അവൻ അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. ആമേൻ. ഞാൻ ആ ഭാഗത്ത് ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ താഴോട്ട് നമുക്കൊന്ന് വായിക്കാം. കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ള എല്ലാവരെയും കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട്, ഓൺ ദ സ്പോട്ടിൽ അല്ലേ?
അമേൻ. മുടന്തനായ മനുഷ്യനോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, കുരുടനോട് ചോദിച്ചു ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. അമേൻ, ഹല്ലേലൂയ. മാത്രമല്ല കർത്താവ് അങ്ങോട്ട് എന്ന് സൗഖ്യമാക്കിയിട്ടുണ്ട്. കർത്താവ് മാത്രമല്ല, വഴി പോകുമ്പോൾ തന്നെ കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ 12 വർഷം രക്തസ്രാവക്കാൽ ആമേൻ സകലതും ആമേൻ വൈദ്യന്മാർക്ക് കൊടുത്ത് സകലതും നഷ്ടപ്പെട്ട ഒരു സ്ത്രീ അവൻ വരുന്നു എന്ന് കേട്ട മാത്രയിൽ വിശ്വാസം കൊണ്ട് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവൻ അവളെ സൗഖ്യമാക്കിയെന്ന് നാം വചനത്തിൽ വായിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആമേൻ, ചില സൗഖ്യങ്ങൾ ഈ ഹോളിൻ്റെ അകത്ത് നടക്കും. ആമേൻ, ചില വിശ്വാസം ഇറ്റ്സ് ഓൾ ആമേൻ ഇമ്പോർട്ടന്റ് ഫോർ യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസമാണ് അതിനെല്ലാം മൂല കാരണം. നിങ്ങൾ എങ്ങനെ ഈ വാക്യത്തെ വിശ്വസിക്കുമോ, ആര് പ്രസംഗിച്ചു എന്നുള്ളതല്ല, ആരിവിടെ ശുശ്രൂഷ ചെയ്തെന്നുള്ളതല്ല, അതിനേക്കാളും ഉപരിയായി ആരിവിടെ വന്നിട്ടുണ്ട്. 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ മധ്യേ ഉണ്ടെന്ന് വാക്ക് പറഞ്ഞവനായ ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, വാക്ക് മാറാത്തവനായ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് വിശ്വാസത്തോടുകൂടി നാം പറയണം, എൻ്റെ ദൈവം എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. അല്പസമയം കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വം കൊടുത്താട്ട്. ആമേൻ. ആരാധനകൾക്ക് യോഗ്യനായവൻ, സർവനാമത്തിന് മേലായ നാമമുള്ളവൻ ഇന്ന് പകൽക്കാലം ഈ ഹോളിന്റെ നെടുകയും കുറുകയും ചുറ്റിക്കൊണ്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ വിശ്വാസം ഇന്ന് വർദ്ധിക്കുവാൻ പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ആമേൻ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, ഹൃദയത്തിൽ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഡോക്ടർമാർ വിധി എഴുതിയ അസുഖങ്ങൾ ഇന്ന് പകൽക്കാലം ആരെങ്കിലും ഈ ഹാളിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടിനെ ദൈവം തിരുത്തുന്ന പകല അത് നിങ്ങളുടെ വിശ്വാസത്തോടു കൂടി ഇന്ന് ഏറ്റെടുത്താൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന പകലായി പകൽ. ഹല്ലേലൂയ. കർത്താവേ, ദാവീദ് പുത്ര. ആമേൻ. അവിടെ വിളിക്കുന്ന 2 പേരാ, 2 കാര്യങ്ങൾ. 1 കർത്താവേ, 2 ദാവീദ് പുത്ര. 1 ഒരു പേഴ്സണൽ കോളിംഗ്. എന്താ വിളിച്ചേ? കർത്താവേ. അതെല്ലാവർക്കും വിളിക്കാൻ പറ്റത്തില്ല. അത് വിളിക്കാൻ പറ്റുന്ന ആർക്കാ? കർത്താവായ യേശു ക്രിസ്തു എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുന്നവൻ, ആ വ്യക്തിക്ക് മാത്രമേ അവനെ വിളിക്കാൻ പറ്റത്തുള്ളൂ കർത്താവേ. ഹല്ലേലൂയ. ഇവൾ വിളിക്കുക കർത്താവേ. 2 ദാവീദ് പുത്ര. അതൊരു ലോകപരമായ കോള. അത് അവളുടെ ജീവിതത്തിൽ ന്യായപ്രമാണങ്ങൾ അവൾ വായിച്ചിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് ദാവീദിന്റെ പുത്രനെന്ന് അവൾ അവളുടെ ജീവിതത്തിൽ എങ്ങനെയോ കേട്ടത് അവൾ അവിടെ പ്രൊക്ലെയിം ചെയ്യുക. ആമേൻ. 1 കർത്താവേ, 2 ദാവീദ് പുത്ര. അത് 2 കൂടെ ചെയ്യും. ഒരു പേഴ്സണൽ ഇൻറ്റിമസിയും അവൾ കേട്ടതിൻ്റെ അറിവൂടെ ഒരുമിച്ച് സമ്മേളിക്കുക. ഇവിടെ അവിടെ നിന്നുകൊണ്ട് അവൾ വിളിച്ചു പറയുക, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ഇവൾ ആരുടെ വിഷയത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നത്? അവിടെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി. പക്ഷെ അവൾ എന്തുവാ പറയുന്നത്? എന്നോട് കരുണ തോന്നണമേ. അതെങ്ങനെ ലോജിക്കായിട്ട് അതിനെ തിങ്ക് ചെയ്യാൻ പറ്റും? അവളുടെ മകൾക്കല്ലേ ദൈവം കരുണ തോന്നേണ്ടത്? അവളുടെ മകളോടല്ലേ ദൈവത്തിന് കനിവ് തോന്നേണ്ടത്? പക്ഷെ ഇവിടെ അവള് പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് പ്ലീസ് മെഴ്സി ഓൺ മീ ലോർഡ്,
എന്നോടൊന്ന് കരുണ തോന്നു കർത്താവേ. കാരണം എൻ്റെ കുഞ്ഞിൻ്റെ കഷ്ടപ്പാട് കണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അവൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ കണ്ട്, ഭൂതം അവളെ ഉപദ്രവിക്കുന്നത് കണ്ട് എൻ്റെ ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട് ഒരമ്മയുടെ പെറ്റമ്മയുടെ ജീവിതം ഐസ് പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവൾ കടന്നു വന്ന് ദൈവത്തോട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുക, ദാവീദ് പുത്ര, എന്നോടൊന്ന് കരുണ തോന്നണമേ, എൻ്റെ തലമുറയെ, എൻ്റെ കുഞ്ഞിനെ നീ ഒന്ന് സുഖപ്പെടുത്തണമേ. ഇവിടെ നിന്നുകൊണ്ട് ഞാനൊരു ദൂത് കൈമാറാം. തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന, തലമുറകളെ കുറിച്ച് വ്യതപ്പെടുന്ന, തലമുറകളെ കുറിച്ച് ദൈവസന്നിധി കണ്ണുനീരൊഴുക്കുന്ന മാതാവോ പിതാവോ ഈ ഹോളിന്റെ അകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിശ്വാസം ഈ നാളുകളിലൊന്ന് വർദ്ധിക്കട്ടെ, നിന്റെ വിശ്വാസം ഈ നാളുകളിലൊന്ന് ഉയരട്ടെ. ദൈവം നിനക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നള്ളി വരുന്ന ഒരു പകൽക്കാലമാണ് ഈ പകൽക്കാലം. ഓ ജീസസ്, ആമേൻ. സകല നാമത്തിനും മേലായ നാമമുള്ളവൻ അവൻ ഇന്ന് പകൽക്കാലം അരുളി ചെയ്യുന്നു, അവന്റെ മുമ്പിൽ ദൈവത്തിന്റെ പദ്ധതികൾ നടപ്പാക്കുക തന്നെ ചെയ്യും. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, വീണ്ടും ആ ഭാഗത്ത് നിൽക്കാൻ തലമുറകളെ കുറിച്ച് ഭാരപ്പെടുന്ന അനേകർ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തലമുറകളെ കുറിച്ച് നീ ദൈവസന്നിധിയിൽ കണ്ണീരൊഴുക്കിയത് മതി. നിന്റെ ആവശ്യങ്ങൾ നീ സ്തോത്രത്തോട് ദൈവത്തോടൊന്ന് പറ. ആ ദൈവം നിനക്ക് വേണ്ടി മറുപടി അയക്കുന്ന പകൽക്കാലമാ. ആ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന പകൽക്കാലമാ. കാരണം ദൈവത്തിന്റെ പദ്ധതികൾക്കുള്ളിൽ ദൈവത്തിന്റെ പദ്ധതികൾക്കുള്ളിൽ പെട്ടവരാ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ടല്ലേ 40-ാം സങ്കീർത്തനം 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു, യഹോവേ, ഞങ്ങളെ കുറിച്ചുള്ള നിന്റെ വിചാരങ്ങൾ വളരെയാകുന്നു. കണ്ടോ, നമ്മെ കുറിച്ച് വിചാരിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. അതുകൊണ്ടല്ലേ സങ്കീർത്തനക്കാരനായ ദാവീദ് 51-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വെച്ചത്, ഞാൻ എൻ്റെ അമ്മയുടെ വയറ്റിൽ പിണ്ണാകാരമാകുന്നതിന് മുമ്പേ നീ എന്നെ അറിഞ്ഞു. 139-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വരുന്നു, നീ അറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. സകലതും അറിയുന്ന ഒരു ദൈവമുണ്ട് സഹോദര, സഹോദരി, മാതാവേ, പിതാവേ. ആ ദൈവത്തിങ്കൽ ഇന്ന് പകൽക്കാലം നിന്നെ ഒന്ന് ഏൽപ്പിച്ചുകൂടെ? എനിക്ക് ശേഷം കർത്താവിൻ്റെ അഭിഷക്തന്മാർ വീണ്ടും ശുശ്രൂഷിക്കേണ്ടതുണ്ട്. കർത്താവിൻ്റെ അഭിഷക്തൻ ഞാൻ ഈ ദൈവദാസ റെജി ഓദ്ര പാസ്റ്ററെ എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ വീട് ഓദ്രയാണ്. തിരുവല്ലയ്ക്കടുത്ത് ഓദ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ബിജോയ് ചാൻ വന്നിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഫേസ്ബുക്കിൽ കൂടെയുള്ള ഫ്രണ്ട്സാണ്, പക്ഷെ നേരിട്ട് കണ്ടിട്ടില്ല. ഇന്ന് പകൽക്കാലം കാണുവാൻ ദൈവം കൃപ ചെയ്തു. എൻ്റെ മാതാവിൻ്റെ വീട് കോടുകുളഞ്ഞിയാണ്. ഹല്ലേലൂയ. ഞാനൊരു മർത്തോമ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരംഗമാണ്. എൻ്റെ 21 വയസ്സ് വരെ മർത്തോമ കുടുംബത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞല്ലോ. എൻ്റെ ഭാര്യ വീടാണ് ട്രിവാൻഡ്രത്ത്, എൻ്റെ വീട് തിരുവല്ലയ്ക്കടുത്ത് ഓദ്ര എന്ന് പറയുന്ന സ്ഥലമാണ്. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഞാൻ വളരെ ഒരു സമ്പന്ന കുടുംബത്തിലാണ് ജനിച്ചത്. അതൊന്നും എൻ്റെ ക്വാളിറ്റി അല്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾ ഞാൻ ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 60s 70s 1960-ലും 70-ലും ഒക്കെ അമേരിക്കയിൽ പോയി സെറ്റിൽഡ് ആയവരാ. പക്ഷെ അത് അവരുടെ മഹത്വമൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ മാതാപിതാക്കളോട് അവർ പറഞ്ഞു, എൻ്റെ പപ്പായുടെ ചേട്ടൻ പറഞ്ഞു, നീ ഇവിടെ നിൽക്ക്, നിന്റെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. എങ്ങനെ ഇരിക്കുന്നു? എൻ്റെ പിതാവിനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവര് അമേരിക്കയിൽ കൊണ്ടുപോയി, ഞങ്ങളെ മാത്രം കൊണ്ടുപോയില്ല. പണ്ട് ഇപ്പോഴും ഉണ്ട്, ഫയൽ ചെയ്യുക എന്ന് പറയും. രക്തബന്ധങ്ങൾക്ക് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെ സകലരും പോയി. എൻ്റെ അപ്പൻ്റെ അനിയനും പോയി, എൻ്റെ പപ്പായുടെ പെങ്ങന്മാർ എല്ലാവരും, അവർ 7 പേരാ, 6 പേരും പോയി. എൻ്റെ പിതാവിനെ മാത്രം കൊണ്ടുപോയില്ല. പക്ഷേ എൻ്റെ പിതാവിന് അതിൻ്റെ അകത്ത് യാതൊരു ദുഃഖവും ഉണ്ടായില്ല. അവരെക്കാൾ അധികമായി ദൈവം ഇന്ന് എന്നെ മാനിച്ചു. ആമേൻ. അവരാരും വിശ്വാസത്തിലില്ല എങ്കിലും അവരിന്നും മർത്തോമയിൽ ജീവിക്കുമ്പോൾ
എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ അപ്പനും അമ്മയും ഞാനും എൻ്റെ 2 സഹോദരങ്ങളും അടക്കം ഞങ്ങൾ 5 പേര് ആമേൻ ഒരുമിച്ച് രക്ഷിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആമേൻ. ഇതിലും വലുത് എന്താ നമുക്ക് വേണ്ടത്? അമേരിക്കയിലെ പോക്കൊക്കെ ആമേൻ ട്രംപ് ഒന്ന് വിചാരിച്ചാൽ നാളെ തിരിച്ചിങ്ങ് വരണം. ആമേൻ. UK പ്രധാനമന്ത്രി തീരുമാനിച്ച നാളെ എല്ലാം കെട്ടിപ്പൊക്കി പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പോരുന്നേ പറ്റത്തുള്ളൂ. പക്ഷെ അതിനേക്കാളും വലിയൊരു പ്രത്യാശയുണ്ട്. ഇതൊക്കെ ഈ ഭൂമി കൊണ്ട് അവസാനിക്കുമ്പോൾ, ഇതൊക്കെ ഇവിടം കൊണ്ട് തീർന്നു പോകുമ്പോൾ, ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരമെന്ന് ആമേൻ മോശ പാടിയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതൊക്കെ ഇവിടം കൊണ്ട് തീർന്നു പോകും. എന്നാൽ എനിക്ക് ദൈവം തന്ന ഭാഗ്യമെന്ന് പറയുന്നത് ഇവിടം കൊണ്ട് തീർന്നതല്ല, യുഗായുഗമായി അവനോട് കൂടെ ആമേൻ കാഹളം ധ്വനിക്കുമ്പോൾ മാത്രമല്ല, യുഗായുഗമായി അവൻ ഇരുന്നിക്കുമ്പോഴൊക്കെയും അവൻ ഉള്ളിടത്തോളം കാലം അവനോടൊപ്പം ഇരിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. എൻ്റെ കുടുംബത്തെ ദൈവം കണ്ടു. ഈ കനാന്യ സ്ത്രീയെ കണ്ടതുപോലെ എന്നെയും കണ്ടു. കനാന്യ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാനാന്യ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശപിക്കപ്പെട്ടവരാ. ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വായിക്കേണ്ട 9:25 എഴുതി വെച്ചിട്ടുണ്ട്, കനാൻ നീ ശാപഗ്രസ്തനാകും. കനാൻ എന്ന് പറയുന്നത് നോഹയുടെ കൊച്ചുമകൻ. അപ്പന്റെ പാപം കാണുവാൻ കഴിഞ്ഞ ഒരു തലമുറ ശാപഗ്രസ്തമായി. പക്ഷേ അത് 4000 വർഷങ്ങൾക്ക് മുമ്പ്. എന്നാൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ കർത്താവിനെ അവൾ കണ്ടതുകൊണ്ട് അവിടെ ശാപം എന്നേക്കുമായി നീങ്ങിപ്പോയി. ആമേൻ. അവിടെ ശാപം എന്നേക്കുമായി മാറിപ്പോയെന്ന് മാത്രമല്ല, അവിടെ തലമുറ ഭൂതം ബാധിച്ചവളായിരുന്നു. അതിൽ നിന്ന് ദൈവം അവളെ വിടുവിച്ചു. ഇന്ന് ആ വിശ്വാസം നിങ്ങൾക്കുണ്ടാകണം. ആമേൻ. പറഞ്ഞു കേട്ടോ, ആമേൻ, അല്ലെങ്കിൽ വായിച്ചോ, എങ്ങനെയോ നീ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല വിഷയം. ഇന്ന് നീ ദൈവത്തിങ്കൽ ആയിരിക്കുന്നോ എന്നതാ ദൈവത്തിന് വിഷയം. ആമേൻ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ കുറവുള്ളവരാ നമ്മളെല്ലാവരും. ഞാനും നിങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ പാപികളാണ്, അല്ലേ? അങ്ങനെയല്ലേ സങ്കീർത്തനത്തിൽ പറയുന്നത്? യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവത്തിന്റെ സർട്ടിഫിക്കറ്റാ. നമ്മുടെ ഇടത്തോ വലത്തോ ഇരിക്കുന്നവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടോ ആൻറ്റി? നമ്മുടെ മുമ്പിലോ പുറകിലോ ഇരിക്കുന്ന വ്യക്തിയുടെ ആമേൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമുണ്ടോ? എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിന്റെ ഒരു സർട്ടിഫിക്കറ്റ്, ദൈവത്തിന്റെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കുന്ന പകലായി നിന്റെ ഇന്നത്തെ പകൽ മാറണം. യോബിനെ കുറിച്ച് ദൈവം പറഞ്ഞത് അവനെ പോലെ, ഇയ്യോബിനെ കുറിച്ച് സാത്താൻ പറഞ്ഞ അവനെ പോലെ നേരുള്ളവനും നിഷ്കളങ്കനും നീതിമാനും ദോഷം വിട്ടലുമെന്നുമായിട്ട് വേറൊരുത്തൻ ഇല്ലല്ലോ, അല്ലേ? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മളെ ദൈവം കാണുന്നത് ആമേൻ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട നമ്മെ ഓരോരുത്തരെയും ദൈവം ഇന്ന് പകൽക്കാലം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആമേൻ ആടുകളുടെയും കാളകളുടെയും രക്തം ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാകിയില്ല എന്ന് കണ്ട് തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് നമ്മളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ആമേൻ അവൻ കാൽവറി ക്രൂശിൽ എനിക്കും നിങ്ങൾക്കും യാഗമായി തീർന്നതുപോലെ ആ പുണ്യാഗ രക്തത്തിന്റെ അടുത്ത വന്ന എന്റെ വിഷയങ്ങളെ ദൈവം കാണാതെ ഇരിക്കുമോ? എന്റെ കുഞ്ഞിന്റെ വിഷയത്തെ ദൈവം പരിഹരിക്കാതെ ഇരിക്കുമോ? എന്റെ തലമുറകളുടെ വിഷയങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ, അതിന്റെ മീതെ കടന്നു പോകുന്നവനല്ല ദൈവം. അതിന്റെ നേരെ നടന്ന് അതിനൊരു പരിഹാരം വരുത്തി അതിനൊരു ഉത്തരം തന്ന് ഇന്ന് പകൽക്കാലം മാത്രമേ ദൈവം നമ്മെ പറഞ്ഞയക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ബുധനാഴ്ച ദിവസമാണ്. സഹോദരങ്ങളിൽ പകലരും
ജോലിക്കൊക്കെ പോയേ കഴിഞ്ഞാൽ ഇന്ന് 1000, 1200, 1500 രൂപയൊക്കെ കിട്ടുന്ന ദിവസമായിരുന്നു ഇന്ന്. അതെല്ലാം മാറ്റിവെച്ചിട്ട്, നിങ്ങളുടെ സകല ബിസി ഷെഡ്യൂളുകൾ മാറ്റിവെച്ചിട്ട് ഇന്ന് പകൽക്കാലം നിങ്ങളിവിടെ ആയിരിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി കാണാനെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, ആ വിശ്വാസത്തിന് നിങ്ങൾ ആമേൻ പറയുമെങ്കിൽ ഇങ്ങനെ പറയണം: അപ്പാ, എൻ്റെ അല്പവിശ്വാസത്തെ ഇന്നൊന്ന് ബൃഹത്താക്കി, എൻ്റെ ആത്മവിശ്വാസത്തെ ഒന്ന് മാറ്റി എന്നെ ഒരു വിശ്വാസിയാക്കി. കനാന്യ സ്ത്രീയോട് പറഞ്ഞതുപോലെ, സ്ത്രീയേ, നിന്റെ വിശ്വാസം വലിയതെന്ന് പറയത്തക്ക രീതിയിൽ ഒരത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്യണമെന്നാ ദൈവത്തോട് പറയുന്ന ഒരു പകലായി മാറണം. ആമേൻ. അപ്പോൾ അവളുടെ വിളി, കർത്താവേ, ദാവീദ് പുത്ര. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, കർത്താവേ എന്ന് വിളിച്ചത് അവൾ വ്യക്തിപരമായ. 2, ദാവീദ് പുത്ര, അത് വിളിച്ചത് ലോകത്തോടുള്ള ബന്ധത്തിലാണ്. അമേൻ. തെളിവ് അമേൻ ഞാൻ പറഞ്ഞു തരാം. അമേൻ. നാം രക്ഷിക്കപ്പെട്ട സമയം മുതൽ, അമേൻ, നാം ദൈവ പൈതലായി തീരുന്ന സമയത്താണ് നാം കർത്താവ് എന്ന് ദൈവത്തെ വിളിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് നീ വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. അവിടെയാണ്, ആ രക്ഷിക്കപ്പെടുന്ന സമയത്ത് നമ്മൾ ആദ്യമേ വിളിക്കുന്നത് കർത്താവേ. പക്ഷെ ഇന്ന് പകൽക്കാലം ഇവൾ അറിഞ്ഞോ അറിയാതെയോ വിളിച്ചതോ എന്നുള്ളതല്ല അവിടെ വിഷയം. അവൾ ദൈവത്തെ വിളിക്കേണ്ടുന്ന രീതിയിൽ വിളിച്ചു. അവളെ ദൈവത്തെ അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ ദൈവം അവൾ ദൈവത്തെ അഡ്രസ്സ് ചെയ്തു. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ദൈവത്തെ വിളിച്ചവർക്ക്, അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ, റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്നേഹിച്ച് ഈ ഹോളിന്റെ അകത്തായിരിക്കുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് കൊണ്ട് ഈ ഹോളിന്റെ അകത്തായിരിക്കുന്നത്, നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി വലുതാണ്. ആ പദ്ധതിക്കനുസരിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ചിന്തിക്കുവാൻ നമ്മെ തന്നെ ഒന്ന് ഒരുക്കുന്ന പകൽക്കാലമായി ഇന്നത്തെ പകൽക്കാലം മാറണം. ആമേൻ. പുതിയ നിയമപുസ്തകം നാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന് 5 പുത്രത്വ പദവികളുണ്ട്. ഞാൻ ഓരോന്ന് പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞു പോട്ടെ. 1, യേശു ക്രിസ്തു ദൈവത്തിന്റെ പുത്രൻ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം, ഞാൻ പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോവാ, സമയത്തിന്റെ കുറവുകൊണ്ട്. 2, യേശു ക്രിസ്തു മനുഷ്യപുത്രൻ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 28-ാമത്തെ വാക്യം. 3, യേശു ക്രിസ്തു ദാവീദ് പുത്രൻ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം. 4, യേശു ക്രിസ്തു അബ്രഹാമിന്റെ പുത്രൻ. മത്തായിയുടെ സുവിശേഷം 1:1 തന്നെ വീണ്ടും നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. 5, യേശു ക്രിസ്തു പ്രിയപുത്രൻ. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 17-ാം വാക്യം. ഇങ്ങനെ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള പുത്രത്വ പദവികൾ നമ്മുടെ കർത്താവിനുണ്ട്. ഞാൻ പുത്രത്വം എന്നുള്ളതല്ല എൻ്റെ വിഷയം, പക്ഷെ ഞാൻ അവിടെ നിന്ന് സ്കിപ്പ് അടിച്ചു പോകാം. പക്ഷെ ഇവൾ വിളിച്ച വിളി, കർത്താവേ, ദാവീദ് പുത്ര, അതിലൊരു വിളിയാണ് അവൾ വിളിച്ച്. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മൾ കർത്താവിനെ അഡ്രസ്സ് ചെയ്യേണ്ട മേഖലകളുണ്ട്. നമ്മൾ കർത്താവിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ട മേഖലകളുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല കുറവുകൾ ഉള്ളപ്പോഴും കർത്താവ് നമ്മെ സ്നേഹിച്ചില്ലേ? നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും കർത്താവ് മുടക്കം വരുത്തിയിട്ടുണ്ടോ ദൈവദാസനെ? നമ്മുടെ ആവശ്യങ്ങൾ എന്തെങ്കിലും ദൈവം കുറച്ച് കളഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഇന്ന് പകൽക്കാലം അതിനേക്കാളും ഉപരിയായി ദൈവം പറയുന്നു, ഏത് വിഷയമാണോ, ഏത് ഭാരമാണോ, എന്താണോ നിന്നെ അലട്ടുന്നത്, എന്താണോ നിന്നെ ഇന്ന് പകൽക്കാലം നശിപ്പിക്കുവാനായിട്ട് നോക്കുന്നത്, അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറയണം, അപ്പാ പിതാവേ, എൻ്റെ വിഷയത്തിന്മേലൊന്ന് കരുണ തോന്നണമേ, എന്നോടൊന്ന് കരുണ തോന്നണമേ, എനിക്ക് വേണ്ടി ഒന്ന് ഇറങ്ങി വരണമേ, എൻ്റെ വിഷയത്തിന്മേലൊന്ന് പ്രവർത്തിക്കണമേ. അത് തലമുറയുടെ വിഷയത്തിലാണെങ്കിലോ, കുടുംബ വിഷയത്തിലാണെങ്കിലോ, സഭയുടെ വിഷയത്തിലാണെങ്കിലോ, ജീവിതത്തിന്റെ വിഷയത്തിലാണെങ്കിലോ, ഏത് വിഷയമായിരുന്നാലും നിന്നെക്കാളും അധികമായി നിന്റെ വിഷയങ്ങളെ അറിയുന്ന ദൈവം നിന്റെ ഏത് വിഷയത്തെയും പരിഹരിക്കുവാൻ ശക്തൻ. ആമേൻ. ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആയിരിക്കുന്നത്.
ആമേൻ. നമ്മുടെ കുറിവാക്യം ഒന്നുകൂടെ വായിക്കാം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 28-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ കർത്താവ് ആമേൻ ഈ പുതിയ നിയമപുസ്തകത്തിലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷങ്ങൾ കാണുമ്പോൾ കർത്താവ് പലപ്പോഴും ആളുകളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ രീതിയിലാണ്. പക്ഷേ ഇവിടെ മാത്രമാണ് പറഞ്ഞേക്കുന്നത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ആമേൻ. നിന്റെ വിശ്വാസം വലുത്. ആമേൻ. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആമേൻ. നിന്റെ വിശ്വാസം വലുതാകൊണ്ട് ആമേൻ നിനക്ക് അതുപോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ട്, ആമേൻ, ഈ സമയം മുതൽ നിന്റെ രോഗം മാറിപ്പോയിരിക്കുന്നു, നീ സൗഖ്യമാകുക, നിന്റെ കിടക്കയെടുത്ത് നടക്കുക, ഇന്നിത്യാദി കാര്യങ്ങളൊക്കെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവളോട് പറയുക, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം നമ്മെ നോക്കി ഈ ക്വസ്റ്റ്യൻ ദൈവം ചോദിക്കുക, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം എന്തായിരിക്കും? ആമേൻ. നമ്മുടെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വീട് വേണമെന്നായിരിക്കാം, കാറ് വേണമെന്നായിരിക്കാം, കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമായിരിക്കാം, അല്ല വിദ്യാഭ്യാസ ലോണിൻ്റെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് നേരെയാകുന്ന കാര്യമായിരിക്കാം. അതൊക്കെയാ നമ്മുടെ ഇഷ്ടം. പക്ഷേ ഇവിടെ ഇഷ്ടം എന്തായിരുന്നെന്ന് അറിയാവോ? ഇവിടെ കുഞ്ഞ് സുഖപ്പെടണം, ഇവിടെ തലമുറയുടെ ബന്ധനം അവസാനിക്കണം, ഇവിടെ തലമുറയെ കെട്ടിവെച്ചിരിക്കുന്ന ആമേൻ പാരമ്പര്യമായി കിട്ടിയ ശാപം ഇവിടെ മുഖത്തിൽ നിന്നും മാറണം. ആമേൻ. പാരമ്പര്യമായി ആമേൻ കെട്ടിവെച്ചിരിക്കുന്ന ആ ബന്ധനത്തെ അറുത്തു മാറ്റുവാൻ മറ്റൊരുത്തർക്കും കഴിയത്തില്ലെങ്കിലോ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനത്തിൽ അടിവരയിട്ടുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നു, ആമേൻ, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ അധികാരം തരുന്നവൻ ഇന്ന് പകൽക്കാലം ഇങ്ങനെ വിളിച്ചു പറയുവാൻ പറയുന്നു, ദൈവത്തിന്റെ ഇഷ്ടം, നിന്റെ ഇഷ്ടം അതുമായിട്ട് യോജിച്ച് മുൻപോട്ട് പോകുന്ന ഒരു പകൽക്കാലമാണ് ഈ പകൽക്കാലം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം സ്ത്രീയെ, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു കഴിഞ്ഞ ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന ഇഷ്ടം ദൈവം റെഡിയാക്കാൻ പോവാ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിറയേറ്റാൻ പോവാ. ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകുമാറാകട്ടെ. അതൊരു ബ്ലെസ്സിങ് ആ കേട്ടോ. അത് ദൈവത്തിങ്കിൽ നിന്ന് പിടിച്ചു മേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഒരല്പം വെളിപ്പാടോടുകൂടി ദൈവസന്നിധിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ആമേൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായ നന്മകളെ കൊണ്ട് നിന്നെ നിറയ്ക്കാമെന്ന് വാഗ്ദത്തം പറഞ്ഞവൻ അവൻ വെറുതെ പറഞ്ഞിട്ട് പോകുന്നതല്ല. ഇന്ന് പകൽക്കാലം ആ ദൈവം നിന്നോട് ഇങ്ങനെ പറയുവാനായിട്ട് ആവശ്യപ്പെടുന്നു, ഇന്ന് പകൽക്കാലം നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്യുവാനായിട്ട് റെഡിയാ. പക്ഷെ നിന്റെ വിശ്വാസമാണ് അതിന് തടസ്സം നിൽക്കുന്നത്. നിന്റെ പ്രാർത്ഥനയുടെ കുറവായിരിക്കാം അതിന് തടസ്സം നിൽക്കുന്നത്. ഇന്ന് പകൽക്കാലം ഈ 1000-ാമത്തെ പ്രാർത്ഥനയുടെ ഈ ചെയിൻ പ്രേയറിന്റെ ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്കാവശ്യമുള്ളത്, നിന്റെ ഇഷ്ടം ദൈവം ഇന്ന് പകൽക്കാലം നിറവേറ്റാൻ പോകുന്ന പകൽക്കാലം. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ആ ദൂതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ടെ. നീ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത്, നീ എവിടെയാണോ സ്റ്റക്കായി നിൽക്കുന്നത്, നിന്റെ വിശ്വാസം എവിടെയാണോ ആമേൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, ആ മേഖലയിൽ ഇന്ന് പകൽക്കാലം ദൈവം ഇറങ്ങുവാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ വീണ്ടും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാക്കി ഭാഗത്തേക്ക് പോകാം. നമ്മുടെ വിശ്വാസം വലുതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതവും വലുതായിരിക്കും. ഞാൻ ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ വിശ്വാസം വലുതാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം വലുതായിരിക്കാം. പക്ഷെ നമുക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല എങ്കിൽ
നമുക്ക് വലിയ പ്രാർത്ഥനയൊന്നും കാണത്തില്ല. ആമേൻ. ഇതിലേത് കൂട്ടത്തിലാണ് നിങ്ങൾ? സ്മോളർ വൺ ഓർ ബിഗർ വൺ? വലുതിലാണോ ചെറുതിലാണോ? അതോ അതിൻ്റെ ഇടയ്ക്കുള്ള ആ മീഡിയം ടൈപ്പിലാണോ നമ്മുടെ വിശ്വാസം ഇന്ന് പകൽക്കാലം പോകുന്നത്? ആമേൻ. 5 തലമുറകൾക്ക് മുമ്പ് ഒരമ്മച്ചി കൊടുത്ത പ്രാർത്ഥനയുടെ വിലയല്ലേ ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത്? ആ മാതാവിൻ്റെ ദർശനം അപ്പോൾ എന്ത് ദർശനമായിരുന്നായിരിക്കാം? വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത ഒരു അമ്മച്ചിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ വിദ്യാഭ്യാസത്തിലൊന്നും അല്ല ദൈവം, ആമേൻ ആമേൻ ഹല്ലേലൂയ, ദൈവം പ്രവർത്തിക്കുന്നത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം പോഷത്വമായതിനെ തിരഞ്ഞെടുത്തുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പഠിത്തോ, നമ്മുടെ ജീവിതത്തിൻ്റെ കുലമഹിമയോ, നമ്മുടെ ജീവിതത്തിൻ്റെ പത്രാസോ ഇതൊന്നുമല്ല ദൈവം നമുക്കിടുന്ന വില. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോടൊരു ദൂത് കൈമാറാം. നമുക്ക് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലെങ്കിലും, നമുക്ക് വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു. ദൈവം നോക്കി നമ്മെ കുറിച്ച് പറയണോ, ഓ ഒരു വലിയൊരു വിശ്വാസം ഞാൻ ഇവനിൽ കാണുന്നു. അത്ഭുതങ്ങളെ നടത്തുവാൻ, പാരമ്പര്യത്തിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ, ആമേൻ, വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ പറ്റുന്ന ഒരു വിശ്വാസം ദൈവം നമ്മിൽ ദർശിക്കുന്ന ഒരു പകൽക്കാലമായി ഇന്ന് പകൽക്കാലം മാറണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഒരു വിശ്വാസം ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ദൈവം വർദ്ധിപ്പിക്കട്ടെ. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഫൗണ്ടറായിരിക്കുന്ന മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഫെയ്ത്ത് ഈസ് എ ടേക്കിംഗ് the first step even when you don't know the whole staircase. ഞാൻ അതിന്റെ മലയാളം ഞാൻ ഇങ്ങനെ പറയാം. മാർട്ടിൻ ലൂതർ എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ അമേരിക്കയിൽ ഇങ്ങനെ പറഞ്ഞു, വിശ്വാസം എന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യ സ്റ്റെപ്പായിരിക്കണം. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് കാണാത്ത രീതിയിലുള്ള സ്റ്റെയർ കേസുകളെ കയറിക്കേറുവാൻ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാത്ത സ്റ്റെയർ കേസിനെ, നിങ്ങൾ പല സ്റ്റെയർ കേസുകൾ കണ്ടിട്ടില്ലേ? നേരെ കയറുന്ന സ്റ്റെയർ കേസ്, വളഞ്ഞു തിരിഞ്ഞു കയറുന്ന സ്റ്റെയർ കേസ്, ചുറ്റിക്കയറുന്ന സ്റ്റെയർ കേസ്. ഇതുപോലത്തെ ആ ഒരു സ്റ്റെയർ കേസിന്റെ അവസാനത്തെ സ്റ്റെപ്പ് നിങ്ങൾക്ക് കാണുവാൻ പറ്റത്തില്ലായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ വിളിച്ചു പറയുക, നിന്റെ വിശ്വാസമായിരിക്കണം അതിലേക്ക് ചവിട്ടുന്ന ആദ്യ പടി. ആമേൻ ആമേൻ. അതിനോട് കൂടി ഞാനൊരു വാക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുക. വിശ്വാസമാകുന്ന ആദ്യ പടിയിൽ കൂടി നീ ചവിട്ടിയാൽ പ്രാർത്ഥനയിൽ കൂടി നിനക്ക് അവന്റെ അവസാനത്തെ ഈസി ആയിട്ട് ചെല്ലാൻ സാധിക്കും. ആമേൻ. ഞാൻ ഇങ്ങനെ വീണ്ടും അതിനെ പറയുവാൻ സാധിക്കുമോ? നിനക്ക് കാണാത്ത സ്റ്റെയർ കേസിൽ വിശ്വാസത്തോടു കൂടി നീ ഒരു സ്റ്റെപ്പ് വെക്കുവാൻ തീരുമാനിച്ച, ആമേൻ, ദൈവദാസന്മാരെ, ദാസിമാരെ, സഹോദര സഹോദരിമാരെ, അതിന്റെ അവസാനം കണ്ടില്ലെങ്കിലും ആമേൻ, പ്രാർത്ഥനയിൽ കൂടി നിനക്ക് അതിന്റെ അവസാനത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ആമേൻ. അതുകൊണ്ടല്ലേ എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നത്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. സഹോദരങ്ങളെ, ഒന്ന് തിങ്ക് ചെയ്ത് നോക്കിയേ. നമ്മുടെ തലമുറകൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുവാൻ പറ്റുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്നോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതം ലഭിക്കുമെന്ന് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്നോ? ഈ അമ്മച്ചി, ഈ വലിയമ്മച്ചി സ്റ്റാർട്ട് ചെയ്ത ഈ പ്രയർ ടവർ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ സിയോൺ അസംബ്ലി എന്ന സിയോൺ സംഘം എന്ന് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനത്തിന്റെ ആ അമ്മച്ചി എപ്പോഴെങ്കിലും ചിന്തിച്ചു കാണുമോ ഇത് ഇതുപോലായി ഒരു വലിയ കൂട്ടമായി പരിണമിക്കുമെന്ന്? ഇല്ല. പക്ഷേ അതിൻ്റെ അർത്ഥം ഞാൻ ഇങ്ങനെയും കൂടെ പറഞ്ഞു തരാം. ആമേൻ. നിന്റെ ആദ്യത്തെ അവസാനം പോലെ ഒരുപോലെ കണ്ടവനായ ദൈവത്തിനറിയാം നിന്റെ പദ്ധതികളെ എങ്ങനെ പുനരാവിഷ്കരിക്കണമെന്ന്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഹീസ് ആൽഫ ആൻഡ് ഒമേഗ. അവൻ ആദ്യനും അന്ത്യനുമാകുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ
ഇന്നലെ വരെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇപ്പൊ 12:05 ഈ 12:05 സമയം വരെ സംഭവിച്ചത് നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയത്തുള്ളൂ. 12:30 എന്തെങ്കിലും സംഭവിക്കുന്നത് ഇതിൻ്റെ അകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നത് നമുക്ക് ആർക്കെങ്കിലും പ്രവചിക്കാൻ പറ്റുമോ? പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ട്. ആമേൻ. എന്നെ അന്ത്യത്തോളം നടത്തുവാൻ ശക്തനായ ഒരുത്തനില ഞാൻ എൻ്റെ ജീവിതം സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇങ്ങനെ വിളിച്ചു പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാതെ ഇരുന്നാൽ പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുകയില്ല. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുമ്പോഴോ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ജനത്തിന് ബോധ്യം വരുത്തും. മാത്രമല്ല, കർത്താവ് തന്റെ വാത്സല്യ ശിഷ്യന്മാരെ ആമേൻ അനുഗ്രഹിച്ച് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. കൂടെയുള്ള ഒരു കർത്താവുണ്ട് കേട്ടോ. മറ്റാരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും ഒരുത്തനിൽ അങ്ങ് വിശ്വസിച്ചേക്കണം. എങ്ങനെ വിശ്വസിക്കണമെന്ന് അറിയാവോ? അന്ധനായിട്ട് അങ്ങ് വിശ്വസിച്ചേക്കണം. ആമേൻ. അവൻ നോക്കിക്കോളും സിസ്റ്ററെ ബാക്കി കാര്യം. അവൻ നോക്കിക്കോളും സഹോദരി ബാക്കി കാര്യം. കാരണം അവൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്, ആരൊക്കെ മറന്നു കളഞ്ഞാലും ആമേൻ ആമേൻ പെറ്റമ്മ എന്നെ മറന്നു കളഞ്ഞാലും ആമേൻ ആമേൻ ജന്മം തന്ന മാതാപിതാക്കൾ എന്നെ മറന്നു കളഞ്ഞാലും ആമേൻ ഉറ്റവർ മറന്നാലും ഉടയവർ മറന്നാലും ആങ്ങള മറന്നാലും പെങ്ങൾ മറന്നാലും ആമേൻ ചേട്ടൻ മറന്നാലും കുഞ്ഞമ്മ മറന്നാലും ആമേൻ അമ്മാച്ചൻ മറന്നാലും നമ്മെ മറക്കാത്ത, നമ്മെ തള്ളാത്ത, നമ്മെ തകർക്കാത്ത, നമ്മെ അന്ത്യത്തോളം ആമേൻ കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത ആ ദൈവം ഇന്ന് പകൽക്കാലം പറയുന്നു, നിന്റെ വിശ്വാസത്തിന്റെ അളവ് വർദ്ധിക്കട്ടെ. നിനക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. ദൈവത്തിൽ വിശ്വസിക്കണം സഹോദരങ്ങളെ. ഈ നൂറ്റാണ്ടിൽ ദൈവവിശ്വാസം ഇല്ലാത്തവരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന UK എന്ന് പറയുന്ന സ്ഥലം 4 ചെറു രാജ്യങ്ങൾ ചേർന്നതാ UK. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലാൻഡ്, നോർത്തേൺ അയർലൻഡ്. അതിൽ ഇംഗ്ലണ്ടിലാണ് ഞാൻ താമസിക്കുന്നത്. UK-യിൽ കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് എടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെ പറയുന്നു, ഒരു ക്രിസ്ത്യൻ, നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലണ്ട് ഒരു ക്രിസ്ത്യൻ രാജ്യമാണെന്നാ. ചുമ്മാതാ. 52% എത്തിസ്റ്റുകളാണ് ഇപ്പോൾ, ദൈവമില്ലാത്ത ആളുകൾ. ആമേൻ. 52% ദൈവവിശ്വാസം ഇല്ലാത്തവർ. അത് ദൈവവും ഇല്ല, ഒരു ദൈവത്തിലും വിശ്വസിക്കാത്തവർ. 2ാം സ്ഥാനമേ ക്രിസ്ത്യാനിക്കുള്ളൂ. ക്രിസ്ത്യാനിത്വത്തിന് 2ാം സ്ഥാനമേ ഉള്ളൂ. പക്ഷെ ഇന്ന് പകൽക്കാലം ഞങ്ങളെയൊക്കെ ഇവിടുന്ന് ദൈവം കൊണ്ടുപോയത് ആ രാജ്യത്തെ മടക്കി വരുത്താൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുക. കാരണം ആ രാജ്യത്തു നിന്ന് 1904-ൽ ഐവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന മനുഷ്യനിൽ കൂടി പൊട്ടിപ്പുറപ്പെട്ട റിവൈവലാണ് ലോകത്തെ മുഴുവൻ പിടിച്ചുകുലുക്കിയ റിവൈവൽ. വെയിൽസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഐവാൻ റോബർട്ട്സ് എന്ന് പറഞ്ഞ മനുഷ്യൻ വലിയ പ്രാർത്ഥനാ മനുഷ്യനൊന്നും അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, ദൈവമേ എന്നിൽ കൂടി ഒരു ഉണർവ് തുടങ്ങണമേ. ആമേൻ. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോണം. പാസ്റ്റർ ജോലി അല്ല കേട്ടോ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. ഞാനൊരു ദൈവദാസനാണ്, ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ്. പക്ഷെ അപ്പോൾ തന്നെ ഞാൻ എൻ്റെ സഭയിൽ പറയാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ സഭയിലെ സഹോദരങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, ഞാൻ അവരോട് സഭയിൽ പറയാറുള്ള കാര്യമാണ്, എല്ലാം പാസ്റ്ററുടെ തലയെ കൊണ്ട് കെട്ടിവെക്കരുതേ. എല്ലാം പാസ്റ്ററുടെ തലയെ കൊണ്ട് അവസാനിപ്പിക്കരുത്. പാസ്റ്ററുടെ തലയെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ സ്കൂട്ടാകരുത്, നമ്മൾ സ്കിപ്പ് ചെയ്തു പോകരുത്. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചോണം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാൻ ഒരു ദിവസത്തിൻ്റെ ഒരു ചെറിയ സമയമെങ്കിലും നീ ദൈവസന്നിധിയിൽ തിരഞ്ഞെടുത്താൽ, ഞാൻ ഒരു കാര്യം നിങ്ങളോട് വാക്ക് പറയാം, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവായി പോകത്തില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം പരിഹാരം അയക്കും.
അത് ഇന്ന് കണ്ടില്ലെങ്കിലും നാളെ ദൈവം അത് ചെയ്തിരിക്കും. കാരണം അവന്റെ ദൈവസന്നിധിയിൽ നീ കഴിച്ചിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ വില കൂടുതലാ. അതിന്റെ കൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, തന്റെ കണ്ണുനീരിനെ അവൻ തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം. ആമേൻ. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾ അവിടെ ഇരുന്ന് എല്ലാ ദിവസവും മനോരമയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഓൺലൈൻ ന്യൂസുകളൊക്കെ കാണുമ്പോൾ ഓരോ ദിവസവും ഞെട്ടുക. കേരളത്തിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. നമ്മുടെ അടുത്ത സ്ഥലമായ വെള്ളറടയിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു പിതാവിനെ ഒരു കുഞ്ഞു വെട്ടിക്കൊന്നു. എനിക്കറിയത്തില്ല ശരിയാണോ, അവർ പെന്തിക്കോസ്ത് സഭയിൽ കൂടുന്ന ആൾക്കാരെന്നാ പറഞ്ഞിരുന്നത്. ഐ ഡോണ്ട് നോ, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക, എൻ്റെ കോട്ടല്ല, ഞാൻ എൻ്റെ ഊഹം പറഞ്ഞതാ. എന്ത് സംഭവിക്കുന്നു നമ്മുടെ സമൂഹത്തിന്? പ്രാർത്ഥന കുറവായിട്ടാണോ? നിലവിളി കുറവായിട്ടാണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇന്ന് പകൽക്കാലം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാണോ? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നാം സമയം ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്താൽ ദൈവം നമ്മുടെ തലമുറകളുടെ കാര്യങ്ങളെ നേരെയാക്കും. ഞാൻ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന പട്ടണത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ആമേൻ. ഒരു കയ്യേ ഞാൻ കണ്ടുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു തരാം. 2 കാര്യത്തിൽ ബ്രിസ്റ്റോൾ ഫേമസാ. ഒന്ന്, പ്രാർത്ഥനാ വീരനായിരുന്ന ജോർജ് മുള്ളർ താമസിച്ച മണ്ണ. ജോർജ് മുള്ളറിനെ അറിയാവോ? പ്രാർത്ഥന കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഉത്തരം ലഭിച്ച വ്യക്തി. പ്രാർത്ഥനാ വീരനായിരുന്ന ജോർജ് മുള്ളർ താമസിച്ച മണ്ണില്ല ഞങ്ങളുടെ ചർച്ച്. 2, മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകന്മാരായിരുന്ന ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി. കേട്ടിട്ടുണ്ടോ? വെസ്ലി സഹോദരങ്ങൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? വെസ്ലി സഹോദരങ്ങൾ അവരുടെ ഫസ്റ്റ് ചർച്ച് ബ്രിസ്റ്റോളിലാണ്. 1764 തുടങ്ങിയ ചർച്ച് ഇന്നും ഉണ്ട്. ഏത് ദൈവദാസം വന്നാലും ഞാൻ കൊണ്ട് കാണിക്കാറുണ്ട്. UK എൻ്റെ അടുത്ത് വരുന്ന ഏത് ദൈവദാസനെ ഞാൻ ആ ചർച്ച കൊണ്ട് കാണിക്കും. കാരണം ആ ദൈവദാസന്മാർ തുടങ്ങിയ ഒരു സഭയാണ്. അതായിരുന്നു ഫസ്റ്റ് ചർച്ച. പിന്നീടാണ് അമേരിക്കയിലും ലോകത്തിന്റെ വൻകലങ്കൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ വരെ മെത്തഡിസ്റ്റ് സഭകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. ആ വെസ്ലി സഹോദരന്മാരുടെ മാതാവ് കൊടുത്ത പ്രാർത്ഥന വലുതാ കേട്ടോ. ഞാനൊരു കഥയൂടെ പറഞ്ഞിട്ട്, കഥയല്ല ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് പോകാം. ഈ ജോൺ വെസ്ലിക്കും ചാൾസ് വെസ്ലിക്കും സഹോദരങ്ങളായിട്ട് അവർ 9 പേരായിരുന്നു. അവർ 9 പേരിൽ ഈ ഏറ്റവും മൂത്തത് ഒരു ചേച്ചി അല്ലെങ്കിൽ ഒരു മകളായിരുന്നു. ഈ അമ്മ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന സ്വഭാവത്തിൻ്റെ ഉടമയാണ്. നിങ്ങൾ പലരും വായിച്ചു കാണും ഈ കാര്യം, എന്നാലും ഞാൻ അങ്ങ് പറയുകയാണ്. ഈ മാതാവിന് ഒരു കാര്യം കർക്കശമാണ്. തൻ്റെ വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയതിന് ശേഷം ഈ മാതാവ് പ്രാർത്ഥനാ മുറിയിൽ കയറി വാതിലടയ്ക്കും. എന്നിട്ട് ഏറ്റവും മൂത്ത മകളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആര് വന്ന് വിളിച്ചാലും ഈ വാതിൽ തുറക്കരുത്. ആര് വന്ന് വിളിച്ചാലും. ആ മാതാവ് ഇങ്ങനെ പറഞ്ഞെന്നാണ് ഞാൻ ഒരു ബുക്കിൽ വായിച്ചത്. നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ഈ ഡോറെ നോക്ക് ചെയ്താലും നീ എന്നെ അലോസരപ്പെടുത്തരുത്, നീ എന്നെ ശല്യപ്പെടുത്തരുത്. അങ്ങനെ ഇരിക്കെ ഈ മാതാവ് ഒരു ദിവസം കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം ഈ മകൾ വന്ന് ഡോറിൽ നോക്ക് ചെയ്തു. മൂത്ത മകൾ. ഈ മാതാവ് മൈൻഡ് ചെയ്തില്ല, മാതാവ് കേട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പിന്നെയും ശക്തിയായി ഡോർ നോക്ക് ചെയ്യുന്നത് കൊണ്ട് ഈ മാതാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ കുഞ്ഞിന്റെ മുട്ട് ഒരു അസഹ്യമായതുകൊണ്ട് ഈ മാതാവ് പെട്ടെന്ന് പോയി ഡോർ തുറന്നപ്പോൾ ആ മാതാവിനോട് ഈ കുഞ്ഞ് പറയുകയാണ്, മോള് പറയുകയാണ്, മമ്മി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന് വെളിയിൽ നിൽപ്പുണ്ട്, നിന്നോട് എന്തെങ്കിലും എമർജൻസി ആയിട്ട് കാര്യം പറയാനായിട്ട് വന്ന് നിൽക്കുക, അത്യാവശ്യമായിട്ട് നിന്നോട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമാണ്. പക്ഷേ ഞാൻ മമ്മി പ്രാർത്ഥിക്കുവാണെന്ന് പറഞ്ഞു, എന്നിട്ടും അവർ പോകുന്നില്ല, അവളെ വിളിച്ച് കണ്ടതിന് ശേഷമേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഈ മാതാവ് നിങ്ങളാണെന്നൊന്ന് സങ്കല്പിച്ച്
നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും? നമ്മൾ ആ പായെന്നൊക്കെ മാറ്റി അങ്ങോട്ട് ചെന്നിട്ട് എന്താടി വന്നേ, എന്ത് കാര്യമെന്ന് നമ്മൾ ചെന്ന് ചോദിക്കും അല്ലേ? പക്ഷെ ഈ മാതാവ് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ സമ്മതിക്കുന്നു. I know that she is my best friend, but now I am talking with more than my friend. അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും, അവൾ എൻ്റെ ഉറ്റ സ്നേഹിതയാണ്, കാര്യം ശരിയാണ്. പക്ഷേ അവളെക്കാളും ഒരു വലിയൊരു സ്നേഹിതനോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ അവളെ പോയി കാണാമെന്ന് പറഞ്ഞ് നീ അവളെ മടക്കി അയക്കുക. ആമേൻ. ഈ പ്രാർത്ഥനയാ അവർക്ക് ജോൺ വെസ്ലിയെയും ചാൾസ് വെസ്ലിയെയും സമ്മാനിച്ച കേട്ടോ. തൻ്റെ ചെറുപ്രായത്തിൽ ആ ബുക്കിൽ തന്നെ ആ മാതാവിൻ്റെ ഇങ്ങനെ ഒരു വരിയുണ്ട്. ചെറുപ്രായത്തിൽ തന്നെ ജോൺ വെസ്ലിയെയും ചാൾസ് വെസ്ലിയെയും ആ കുടുംബത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിൽ ആ ഭവനത്തിന് തീ പിടിച്ചു. പണ്ട് അവിടെ ഇപ്പോഴും ഉണ്ട് പണ്ടത്തെ പൂട്ടുള്ള വീട്, അതായത് ഓലമേഞ്ഞ വീട്. അത് മോസ്റ്റ് എക്സ്പെൻസീവ് ഹൗസസ് ആയി UK-ല്. പുല്ലുമേഞ്ഞ വീടുകളെന്ന് പറയും. ആ പുല്ല് മേഞ്ഞ ഇവരുടെ വീടിന് ഒരു ദിവസം തീ പിടിച്ചു. ആ തീ പിടിച്ച സമയത്ത് ഒരു മനുഷ്യരും ഇവരെ രക്ഷിക്കുവാനില്ല. ആ മാതാവ് ആ ബുക്കിൽ ഇങ്ങനെ കുറിച്ചു വെച്ചിരിക്കുന്നത്, എനിക്കറിയത്തില്ല എവിടെ നിന്നോ ഒരു മനുഷ്യൻ ഇറങ്ങി വന്ന് എൻ്റെ സകല കുഞ്ഞുങ്ങളെയും ആ തീക്കുണ്ടത്തിൽ നിന്ന് എടുത്തു വെളിയിലിട്ടു. നോക്കണമേ, ശത്രു ചെറുപ്പത്തിലെ നശിപ്പിക്കുവാൻ നോക്കി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും നിനക്ക് ഭവിക്കയില്ല എന്ന് പറഞ്ഞവന്റെ സന്തതികളാ നമ്മൾ. അങ്ങനെയുള്ളപ്പോൾ നിയോഗമുള്ള വാഗ്ദത്തമുള്ള എന്റെയും നിങ്ങളുടെയും വാഗ്ദത്തത്തെ നശിപ്പിക്കുവാൻ ഏത് സ്ത്രീ ശ്രമിച്ചാലും ഏത് വെള്ളം ശ്രമിച്ചാലും അത് മുങ്ങത്തില്ല, അത് പൊങ്ങത്തില്ല. അതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം നിന്നെയും വിടുവിക്കൂ. ഓ ജീസസ്. യേശുവിന്റെ നാമത്തിൽ മാതാക്കളെ, ഇന്ന് പകൽക്കാലം തലമുറകൾക്ക് വേണ്ടി കരയുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. നിന്റെ ആവശ്യങ്ങളെ നീ സ്തോത്രത്തോടെ പറയുന്നുവെങ്കിൽ ദൈവം നിന്റെ തലമുറകളുടെ വിഷയങ്ങൾ എത്ര ഭയങ്കരമാണെങ്കിലും ദൈവം അതിൽ നിന്നെല്ലാം നിങ്ങളെ വിടുവിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അടുത്ത വാക്യം, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ആമേൻ, ആമേൻ. പെന്തക്കോസ്ത് വിശ്വാസം എന്ന് പറയുന്നത് പട്ടുമെത്തയുടെ വിശ്വാസമല്ല കേട്ടോ. അതിൻ്റെ അകത്ത് കണ്ണീരുണ്ട്, അതിൻ്റെ അകത്ത് സങ്കടമുണ്ട്, അതിൻ്റെ മുമ്പിൽ മുള്ളുകളുണ്ട്, അതിൻ്റെ മധ്യത്തിൽ പാറകളുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിലും മുള്ളുകളെ നീക്കുന്ന, പാറയെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം നിന്റെ തലയ്ക്ക് മീതെ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിളിച്ചു പറയണോ, ആമേൻ, ഞാൻ വെള്ളത്തിൽ കൂടി നടന്നാലും മുങ്ങിപ്പോകത്തില്ല, ഞാൻ തീയിൽ കൂടി നടന്നാലും ഞാൻ വെന്തു പോകത്തില്ല. കാരണം എന്നെ നിർമ്മിച്ചവൻ, തീയെ നിർമ്മിച്ചവൻ, വെള്ളത്തെ നിർമ്മിച്ചവൻ എന്റെ ഭാവിയെ അവൻ നോക്കിക്കൊള്ളും. മാതാപിതാക്കളെ, പിതാക്കന്മാരെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എൻ്റെ പ്രസംഗത്തിന് ഞാൻ ഇവിടെ വിരാമം കുറിക്കുന്നതിന് മുമ്പേ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആ കനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസം വലിയതെന്ന് കർത്താവ് പറയണം. വലിയ വൻകാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടണം കേട്ടോ. ഹല്ലേലൂയ, ആമേൻ. സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഈ ഭൂമി കൊണ്ട് ഒടുങ്ങിപ്പോകുന്ന ഒരു ക്രിസ്ത്യൻ ലൈഫ് ആകരുത് നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫ്. ഒരു പെന്തിക്കോസ്ത് ജീവിതമാകരുത് നിങ്ങളുടെ പെന്തിക്കോസ്ത് ലൈഫ്. ആമേൻ. പാസ്റ്ററെ പ്രീതിപ്പെടുത്തുവാൻ, ആമേൻ, സഹോദരങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ, ആമേൻ, സഭയെ പ്രീതിപ്പെടുത്തുവാനാകരുത് നിങ്ങളുടെ വിശ്വാസ ജീവിതം നിങ്ങൾ മുൻപോട്ട് നയിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ വിശ്വാസം മുൻപോട്ട് നയിക്കേണ്ടുന്നത്, ആമേൻ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടി ജീവിക്കുവാൻ. ഒരു കോട്ടൂടെ പറഞ്ഞ് ഒരു ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കാൻ പോവാ. ദൈവസന്നിധിയിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ കണ്ണ് തുറപ്പിക്കും.
മനസ്സിലായില്ല. ദൈവസന്നിധിയിൽ നിങ്ങൾ എടുക്കുന്ന ചില ഡിസിഷൻസ്, ചില തീരുമാനങ്ങൾ ചില സമയത്ത് ദൈവത്തിൻ്റെ കണ്ണ് തുറപ്പിക്കും. അതാണ് നമ്മുടെ ഈ പാരഗ്രാഫിൽ കാണുന്ന കഴിഞ്ഞാൽ ആമേൻ. അവൾ കനാന്യ സ്ത്രീ വന്ന് നിലവിളിച്ച് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് വിടുവിക്കണേ, എന്നോടൊന്ന് കരുണ തോന്നണമേ. അവിടെ എഴുതിയിരിക്കുന്നത് യേശുവോ ഒന്നും മിണ്ടിയില്ല. ആ ഭാഗം ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അതിൻ്റെ 23 തൊട്ടുള്ള ഭാഗം. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. സൈലൻസ് ആയിരുന്നു ദൈവത്തിന്റെ മറുപടി. കാരണം എന്നാ? ഇവിടെ അടുത്തേക്കല്ല കർത്താവിനെ പിതാവായ ദൈവം അയച്ചത്. അതിന്റെ താഴോട്ട് വായിക്കുന്നുണ്ട്, ഒന്ന് വായിച്ച സഹോദരി. അത് കഴിഞ്ഞിട്ട് 24 തൊട്ട് ഈ അവൻ പറഞ്ഞ മറുപടി, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മറുപടി, ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതായ ആടുകളുടെ അടുക്കലേക്കാണ് എന്നെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനൊന്നും ഉത്തരം പറയേണ്ടുന്ന കാര്യം എനിക്കില്ലെന്ന് പറഞ്ഞ് കർത്താവ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ജാടയിട്ടു. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് ഒറ്റ വാക്കിൽ അങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വായിൽ നിന്ന് ചില വാക്കുകൾ ദൈവത്തിന് കേൾക്കണം. നമ്മുടെ വായിൽ നിന്ന് ചില വാക്കുകൾ കേട്ടിട്ട് ദൈവത്തിന്റെ കണ്ണ് തുറക്കുന്ന ഒരു പകൽക്കാലമാകണം ഇന്ന് പകൽക്കാലം. ആമേൻ. സിസ്റ്റർ ഒന്ന് വായിച്ചേ താഴോട്ട്. എന്നാൽ അവൾ വന്നു. കർത്താവ് വീണ്ടും വിടാൻ തീരുമാനിച്ചിട്ടില്ല. നെൽസൺ പാസ്റ്ററെ, ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഇറങ്ങി തിരിക്കുവാണെങ്കിൽ അതിൻ്റെ അവസാനം കണ്ടിട്ടേ നമ്മൾ കയറത്തുള്ളൂ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആശ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊച്ചിനെ എങ്ങനെങ്കിലും സുഖപ്പെടുത്തണം. അതിന് അവൾ ഏതറ്റം വരെ പോകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അവളോ വിട്ടില്ല. എന്നിട്ട് എന്നാ പറഞ്ഞേ? കർത്താവ് പറയൂ, ഇതിലും വലിയ ഇൻസൾട്ട് എവിടെ അഭിചോദിച്ചാ കേൾക്കാനുള്ളത്? ഇതിലും വലിയ ഇൻസൾട്ട് എവിടെയാ കേൾക്കാനുള്ളത്? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടിക്ക് കൊടുക്കത്തില്ലെന്ന്. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞേ, ചില തീരുമാനങ്ങൾ ദൈവത്തിന്റെ കണ്ണ് തുറപ്പിക്കും. എന്നിട്ട് അവള് കൊടുത്ത മറുപടി എന്നാ? അതിനവൾ, അതേ കർത്താവേ, നീ പറഞ്ഞതൊക്കെ ശരിയാ, ഞാൻ അത് അണ്ടർലൈൻ ചെയ്യുക. പക്ഷെ അതിനേക്കാളും വലുതാ എൻ്റെ പ്രശ്നം. ഞാൻ വീട്ടിൽ നിന്ന് കണ്ടിട്ട് വന്ന പ്രശ്നത്തെക്കാൾ വലുതായിട്ട് ഒരു പ്രശ്നവും ഇപ്പോൾ എന്നെ ഭരിക്കുന്നില്ല. അതുകൊണ്ട് അവൾ ഇങ്ങനെ പറയുകയാണ്, അതേ കർത്താവേ, യജമാനന്റെ മേശയിൽ നിന്ന് വീഴുന്ന ആമേൻ അപ്പം നായ്ക്കുട്ടികൾ ഭക്ഷിക്കുമല്ലോ. അതുകൊണ്ട് നിന്റെ കണ്ണൊന്ന് തുറക്ക്. ആമേൻ. നിന്റെ ചില തീരുമാനങ്ങൾ, നിന്റെ ചില മറുപടികൾ ദൈവത്തിന്റെ കണ്ണു തുറപ്പിക്കുന്ന പകൽക്കാലമായി മാറട്ടെ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ സതീഷ് പാസ്റ്റർ പറഞ്ഞ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാ, നിന്റെ വിശ്വാസം വലുതാ. എങ്ങനെയെങ്കിലും കർത്താവ് പറഞ്ഞു വിട്ടിട്ട് കൈ കഴുകാനാ നോക്കിയേ. പക്ഷെ കർത്താവ് പറയുവാ, നിന്റെ വിശ്വാസം വലുതാ. അതിന്റെ മറുപടിയാ, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. നിന്റെ ഇഷ്ടം പോലെ നിന്റെ ജീവിതത്തിൽ ഭവിക്കട്ടെ. ആമേൻ. എബ്രായ ബാലകന്മാരായിരുന്ന ആമേൻ ചന്ദ്രക്കിനെയും മേശക്കിനെയും അബേന്തഗോവിനെയും തീച്ചൂളയിൽ തള്ളിയിട്ടപ്പോഴും ആമേൻ തീയുടെ ആക്കം 7 മടങ്ങായി കൂട്ടിയപ്പോഴും അതിൻ്റെ മധ്യ ഇറങ്ങി വന്ന്, അതിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് തീയുടെ മേൽ നടന്ന് ആമേൻ 3 പേരെ ഇട്ടപ്പോൾ 4-മൻ ഒരുത്തൻ കൂടി നടക്കുന്നുവെന്ന് നെബൂഖദ്നേസർ തിരിച്ചറിഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് പറയണം, തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകത്തില്ല. നദികളുടെ മീതെ കവഞ്ഞാൽ നീ നിന്നെ ആമേൻ കവിയത്തുമില്ല. കാരണം ആമേൻ തീയെ നിർമ്മിച്ചവൻ, നദിയെ നിർമ്മിച്ചവൻ അറിയാം അതിന്റെ ആഴം എത്രയാണെന്നും അതിന്റെ ജ്വാലയുടെ ആമേൻ അതിരുകൾ എത്രയാണെന്നും. അതുകൊണ്ട് ഏത് വിഷയമാണെങ്കിലും, ഏത് പ്രതിസന്ധി ആണെങ്കിലും, ഏത് സംഭവങ്ങളാണെങ്കിലും നിന്നെ സ്റ്റക്ക് ചെയ്യുന്നത്, നിന്റെ ജീവിതത്തെ മുടത്തുന്നത്, നിന്നെ മുൻപോട്ട് വിടാതെ വന്ന് തടസ്സമായി ഇന്ന് പകൽക്കാലം വെച്ചിരിക്കുന്നത്, അതിനെ നോക്കി
ഇങ്ങനെ വിളിച്ചു പറയണോ, ആമേൻ, എൻ്റെ ദൈവം എനിക്ക് വിശ്വസ്തനാണ്. അവൻ എന്നെ വഴിയിൽ തള്ളിയേച്ചു പോകുന്ന ദൈവമല്ല. അവൻ എൻ്റെ കാര്യങ്ങൾക്ക് അവൻ സാധ്യത്തിനായി ഇറങ്ങി വരും. ഉടകരബലബല വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽക്കാലം കരങ്ങളെ തട്ടുന്നത് കുറയ്ക്കരുത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് വിളിച്ചു പറയണം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ട്. 3-ാം അധ്യായത്തിന്റെ 17-ഉം 18-ഉം വാക്യം. അത്തിവൃക്ഷം തളിർക്കത്തില്ല, മുന്തിരിവള്ളി നിനക്ക് ഫലം തരുത്തില്ല, ഗോശാലയിൽ കന്നുകാലികൾ ഉണ്ടാകത്തില്ല, എങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കും. നമ്മുടെ ജീവിതത്തിൽ പലതും, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പലതും പ്രതികൂലമായേക്കാം. പലതിനെയും നിങ്ങൾക്ക് എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിവില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാവ് പറയണം, നമ്മുടെ ഇല്ലായ്മയിലും നമ്മൾ സന്തോഷിച്ചോണം. അതുകൊണ്ടാണ് തിമത്തിയോസിന്റെ ലേഖനത്തിൽ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ. 10 പുത്തൻ വരുമ്പോൾ മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. ജീവിതത്തിൽ ആമേൻ അസംഭവ്യങ്ങളാകുന്ന സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ മാത്രമല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. യോബിനെ പോലെ സകലത്തും നഷ്ടപ്പെട്ടാലും സന്തോഷിക്കുവാൻ നാം വക കണ്ടെത്തുന്നവരായി തീരണം. ആമേൻ, നമ്മൾ സന്തോഷിക്കുവാൻ വക കണ്ടെത്തുന്നവരായി തീരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു. ആമേൻ, യോബ് പറഞ്ഞതുപോലെ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എൻ്റെ കണ്ണുകൊണ്ട് തന്നെ ഞാൻ അവനെ കാണും. അത്തിവൃക്ഷം തളിർക്കത്തില്ലായിരിക്കാം, ഒലിവിന്റെ ഫലം നിന്നുപോയേക്കാം, ധാന്യങ്ങൾ വിലയാത്ത ഒരു അവസരങ്ങൾ ജീവിതത്തിൽ വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവം പറയുന്നു, അതിൻ്റെ മധ്യത്തിലും നീ വിശ്വസ്തനായി ദൈവസന്നിധിയിൽ നീ നിന്നാൽ നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. നിനക്ക് വേണ്ടി സ്വർഗം തുറക്കുന്ന പകൽക്കാലം ഇന്നത്തെ പകൽക്കാലം. ഈ വചനം ഇങ്ങനെ നിങ്ങളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. ഈ വചനം നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുന്ന വചനമായിക്കോട്ടെ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മുമ്പേ മരിച്ചവർ പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ദിവസം ഞാനും നിങ്ങളും ഈ ദേശത്ത് നിന്ന് കർത്താവിനോടൊപ്പം കാണുമെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ഇന്ന് ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പറഞ്ഞാട്ട് ആമേൻ. കർത്താവേ, വേഗം വരണമേ. ഓ റഖമനശന്തനാദിയ, എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ വലുതായിട്ട് കാണുന്നില്ല, എൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളെ ഞാൻ വലുതായിട്ട് കാണുന്നില്ല, എൻ്റെ ജീവിതത്തിലെ ആമേൻ അവസരങ്ങളെ ഞാൻ വലുതായിട്ട് കാണുന്നില്ല. അതിനേക്കാൾ ഉപരിയായി എന്നെ വഴി നടത്താമെന്ന് അന്ത്യത്തോളം ഉപേക്ഷിക്കയില്ല എന്ന് വാക്ക് പറഞ്ഞവൻ എൻ്റെ ദൈവമായതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ചേർന്ന് പറയാ, ആ ദൈവം നമ്മെ വഴി നടത്തും. ഇന്ന് പകൽക്കാലം കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 17:20 പറയുന്നു, the faith can move the mountain. നിനക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ട് എങ്കിൽ ഈ മലയോട് ചാടി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. പോകുമായിരിക്കുമെന്നല്ല വിചാരിക്കേണ്ടത്, അത് ചെയ്യും. ഞാൻ എൻ്റെ സഭയിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്, എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വിഷയത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നിർത്ത്. എന്നിട്ട് ദൈവത്തോട് പറയും, എൻ്റെ വിഷയത്തിന് ദൈവം പരിഹാരം അയച്ചതിനായി സ്തോത്രം, എൻ്റെ വിഷയത്തിൻ്റെ മേൽ പരിഹാരം അയച്ചതിനായി സ്തോത്രം, എൻ്റെ കുടുംബ ജീവിതത്തിൽ ദൈവം പരിഹാരം അയച്ചതിനായി സ്തോത്രം.
എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം പരിഹാരം അയച്ചതിനായി സ്തോത്രം. എൻ്റെ സഭയുടെ വിഷയത്തിന്മേൽ ദൈവം പരിഹാരം അയച്ചതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ആ ഒരു വലിയ വിശ്വാസം, such a grateful, faithful, amen, faith നമ്മളിൽ നിന്ന് പകൽക്കാലം ഉളവാകണം. സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം. ഈ ഹോളിൽ കൂടിയിരിക്കുന്ന സകല ജനത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവരുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും അത് ദൈവം പരിഹരിച്ചതിനായി നന്ദി പറയുന്നു. രോഗങ്ങളെ ദൈവം സൗഖ്യമാക്കിയതിനായി നന്ദി പറയുന്നു. കുടുംബ വിഷയങ്ങളെ ദൈവം പരിഹരിച്ചതിനായി നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വിഷയങ്ങളെ ദൈവം അവിടുന്ന് ഏറ്റെടുത്തതിനായി നന്ദി പറയുന്നു. സഭയുടെ വിഷയങ്ങളുടെ മേൽ ദൈവം അവിടുന്ന് പരിഹാരം വരുത്തിയതിനായി നന്ദി പറയുന്നു. ഈ 1000ാമത്തെ ദിവസത്തെ പ്രാർത്ഥന ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന സമയം വരെ ദൈവ അഭിഷക്തന്മാരുടെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം ആദരിച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അത് കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസൻ സതീഷ് നെൽസൺ പാസ്റ്ററോടുള്ള എൻ്റെ ഹൃദയംഗമായ നന്ദിയെ ഞാൻ അർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഞങ്ങൾക്ക് 12 വർഷം തലമുറയില്ലായിരുന്നു. 2009 ഞങ്ങൾ കല്യാണം കഴിച്ചു. 12 വർഷങ്ങൾ തലമുറകളില്ലായിരുന്നു. 6 വർഷം എൻ്റെ ഭാര്യ ഈ ട്രിവാൻഡ്രം കണ്ടിട്ടില്ല. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, നാട്ടിൽ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. എൻ്റെ തലമുറയായത് 12 വർഷത്തിന് ദൈവം തന്ന തലമുറയായത്. ഞാനൊരു കാര്യം നിങ്ങളോട് വാക്ക് പറയാം. നമ്മുടെ ഓരോ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്ന പകല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ തലയിലെ ഓരോ രോമവും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിലൊന്ന് നിലത്ത് വീഴണമെങ്കിൽ നമ്മുടെ കർത്താവ് അറിയാതെ വരത്തില്ല കേട്ടോ. നമ്മുടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടിയായി എനിക്കുറപ്പാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആമേൻ. ഇത് ഇവൻ്റെയും കൂടെ ദിവസമാണെന്നേ. 1000ാമത്തെ പ്രാർത്ഥന നടത്തുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. നമ്മെ വഴിയിൽ തള്ളിയിട്ട് പോകുന്ന ഒരു വലിയ ദൈവത്തെ അല്ല നാം സേവിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നമ്മോട് ചെയ്ത വാഗ്ദത്തം അവൻ നിവർത്തീകരിക്കും. അത് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണും. Thank you so much. May the Lord bless you all abundantly. ദൈവം സമൃദ്ധിയായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you so much.